നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബദർ ജുമാ മസ്ജിദ് കമ്മിറ്റി ഖുതുബിയത്തിന്റെ 35ാം വാർഷികവും സ്വലാത്തിന്റെ 23ാം വാർഷികവും മജ്‌ലിസുൻ നൂറിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ 3 ദിവസത്തെ മതവിജ്ഞാന സദസ്സിന്റെ 2ാമത്തെ ദിവസമായ ഇന്ന് നമ്മോട് സംസാരിക്കേണ്ട സംവദിക്കേണ്ട ബർമനടുക്കയിൽ ഇന്ന് നമ്മളോട് വന്ന് സംസാരിക്കേണ്ട വന്നരായ ഹാഫിദ് മഷ്ഹൂദ് സഖാഫി ഖബറിലെ അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ തീരുമാനം നമുക്കൊന്നും തടുക്കാൻ കഴിയില്ല. ഈ മുതഅല്ലിമായ ഞാനല്ലായിരുന്നു ഇന്നിവിടെ സംസാരിക്കേണ്ടത്. യാദൃശ്ചികമായ റബ്ബിന്റെ തീരുമാനം അങ്ങനെ വരുമ്പോ നമുക്കിവിടെ വരാൻ നിങ്ങളുമായി സംവദിക്കാൻ ഒരു അവസരമുണ്ടായി എന്ന് മാത്രം. അതേസമയം നമ്മുടെ ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വലിയ പ്രതീക്ഷയോടെ, കാരണം മഷ്ഹൂദ് സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണം എന്ന് പറയുമ്പോ അത് വല്ലാത്ത ഒരു പ്രഭാഷണം. അട്ടഹാസങ്ങളോ പരിഹാസങ്ങളോ വാറോലോകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ലാത്ത ഒരു പ്രഭാഷണം. ആയത്തിന്റെയും ഹദീസിന്റെയും പിൻബലത്തിൽ ആധികാരികമായി വിഷയം അവതരിപ്പിക്കാൻ വളരെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുകയും വായുതും മുത്തഅയിലുമായി ജീവിക്കുന്ന ഒരു മാതൃകാ വ്യക്തിത്വം. അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ആലങ്കാരികമായി പറഞ്ഞതല്ല. ഏവരും ഉസ്താദിന്റെ വാദുകൾ നിരന്തരം നമ്മളൊക്കെ പരിസരങ്ങളിലൊക്കെ ഇവിടെ കാസർഗോഡ് ജില്ലയിലോ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാടിലോ GCC നാടുകളിലോ എവിടെ ഉസ്താദിന്റെ പ്രഭാഷണം നടക്കുന്നു അതൊക്കെ ഓൺലൈനിലെങ്കിലും കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. നേരിട്ട് നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് വരുമ്പോ ഉസ്താദിന്റെ വഅദ് നേരിട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ആ പരിപാടിയിൽ സാന്നിധ്യം അറിയിക്കുന്നവരാണ് നമ്മളിൽ പലരും. മറ്റുള്ള ഉസ്താദുമാരെ അപേക്ഷിച്ച് ഒരു പ്രത്യേകമായ ഒരു കഴിവ്, ആരെയും ആകർഷിപ്പിക്കുന്ന ശബ്ദ ഗാംഭീര്യവും മനസ്സിലേക്ക് സ്പർശിക്കുന്ന വാക്കുകളും പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവ്. സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആ രൂപത്തിൽ സദസ്സിനെ ഒന്നടങ്കം സ്വർഗീയ ആരാമത്തിലേക്ക്, അത്ഭുതങ്ങളുടെ കലവറയിലേക്ക് എത്തിച്ചൊരു പ്രതീതി. നരകത്തിന്റെ ഭയാനകതയും ഖബറിന്റെ കാഠിന്യതയും പറയുമ്പോ സദസ്സിൽ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ നിലക്ക് പ്രഭാഷണം നടത്താൻ കഴിവ് അള്ളാഹു നൽകിയ കേരളത്തിലെ തലയെടുപ്പുള്ള പ്രഭാഷകന്മാരിൽ ഒരാൾ. ഇന്നലെയും ദേവർസോലയിലായിരുന്നു പ്രഭാഷണം. ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ ചില ശകലങ്ങൾ, ചില ക്ലിപ്പുകളൊക്കെ നിങ്ങളൊക്കെ ഓൺലൈനിൽ, വാട്സപ്പിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതൽ ഉസ്താദ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. 4 മണിക്ക് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് സുബഹി നിസ്കാരത്തിന് ശേഷം ഒരൽപ്പം ചെറിയൊരു സമയം ഉറങ്ങി. സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, സുബഹിയൊക്കെ നിസ്കരിച്ചു. അതോടുകൂടെ ഒരൽപ്പം ക്ഷീണം, വേദന അങ്ങനെയൊക്കെ വന്നപ്പോ കൂടെയുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. എങ്കിലും വീട്ടിൽ തന്നെ മരണമുണ്ടായി എന്ന രൂപത്തിലാണ് കേട്ട വാർത്തകൾ. ഉസ്താദിന്റെ ഖബറിൽ ആദ്യത്തെ രാത്രിയാണ്. തിങ്കളാഴ്ച രാവാണ്. ഉസ്താദിന്റെ പ്രസംഗത്തിലൊക്കെ നമ്മളൊക്കെ കേട്ട് കാണും. തിങ്കളാഴ്ച രാത്രിയിൽ ഖബറിനെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളിയാഴ്ചക്ക് വലിയ മഹത്വം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് തങ്ങളെ ജനനവും വഫാത്തും. സിദ്ദീഖ് തങ്ങൾ പോലും എനിക്ക് തിങ്കളാഴ്ച രാത്രി മരിക്കണമായിരുന്നു എന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ കിതാബിൽ കാണാം. പക്ഷെ മരണപ്പെട്ടത് ചൊവ്വാഴ്ചയാണ്. എന്നാലും തിങ്കളാഴ്ച രാവ് അത് ആദ്യം ഖബറിൽ അഭിമുഖീകരിക്കുന്ന ഒരു രാത്രി. അന്നേരായ ഉസ്താദ് തിങ്കളാഴ്ച രാവാണ്. ഉസ്താദിന്റെ ഖബറിൽ ആദ്യത്തെ രാത്രി.
സംസാരിക്കുന്ന ഞാനും നാളെ ഞാൻ ഏറ്റെടുത്ത പരിപാടിയിൽ പോയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഇന്ന് ഒരു ദിവസത്തെ ഒഴിവുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു അവസരം നമ്മുടെ തൊട്ടടുത്ത പരിസര പ്രദേശമായ ബർമടുക്കയിൽ തന്നെ സംസാരിക്കാൻ ഒരു നിയോഗം ഇവിടെ ഉണ്ടായി. എന്നാലും ഉസ്താദിന്റെ വാദിനോട് അല്ലെങ്കിൽ അതിന്റെ 4-1 ഭാഗം പോലും പൂർണ്ണമാകൂല എന്ന പൂർണ്ണ വിശ്വാസമൊക്കെ എനിക്ക് ഉസ്താദൊക്കെ സംസാരിച്ചത് അല്ലെങ്കിൽ അവരൊക്കെ ജീവിതത്തിന്റെ റോൾ മോഡലായി ആ നിലക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം സ്വഭാവത്തിന്റെ വിഷയത്തിലോ താഴ്മയുടെയും വിനയവും ജീവിതത്തിൽ കൈമുദ്രയാക്കിയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തിത്വം, ലാളിത്യത്തിന്റെ എളിയ രൂപം. അവിടത്തോടെ ഇടപഴകുമ്പോൾ അറിയാം അവിടുത്തെ ആ വിശാലമായ മനസ്സ്, ജാടകളില്ലാതെ ജീവിതം. പലപ്പോഴും നമ്മുടെ പരിസരങ്ങളിലുള്ള പല സ്ഥലങ്ങളിലേക്കും പ്രഭാഷണത്തിന് വേണ്ടി ഉസ്താദുമായി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് പലപ്പോഴും ഈ വിനീതനോട് ഉസ്താദിനോട് ഡേറ്റ് ബുക്കിംഗ് ചെയ്യാനൊക്കെ പറയും. കഴിഞ്ഞ ദിവസവും റമളാന് ശേഷമുള്ള ഒരു പരിപാടിയുടെ ഒരു റൂസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഡേറ്റും അതിന്റെ ബാക്കിക്ക് അനുബന്ധ കാര്യങ്ങളും വിഷയമൊക്കെ സംസാരിച്ച് അവിടുത്തെ കമ്മിറ്റിക്കാര് സംസാരിച്ചതനുസരിച്ച് ഉസ്താദിനോട് സംസാരിച്ചു. മാത്രമല്ല ദിവസങ്ങൾക്ക് മുമ്പാണ് പെരടാല മഖാമു റൂസിൽ ഉസ്താദ് പ്രഭാഷണത്തിന് വേണ്ടി വന്നപ്പോ ഞങ്ങളെ നാട്ടിലായിരുന്നു അന്ന് ഭക്ഷണം. നമ്മുടെ പ്രിയപ്പെട്ട ജോലിയെടുക്കയിലെ സാമൂഹ്യ പ്രവർത്തകനായ ജമാഅത്തിന്റെ പ്രസിഡന്റായ വന്യരായ MS മൊയ്തു സാഹിബ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. MS മൊയ്തു ചാന്റെ വീട്ടിലായിരുന്നു ഉസ്താദിന്റെ ഭക്ഷണം. അതിനിടയിൽ എന്റെ വീട്ടിലേക്ക് വന്നു 4-5 മാസക്കാലമായി കാൽവേദന വന്ന് പ്രയാസത്തിൽ വിഷമത്തിൽ കഴിയുന്ന രോഗിയായി കഴിയുന്ന എന്റെ ഉപ്പാനെ സന്ദർശിച്ച് ദീർഘമായി സംസാരിച്ച് മന്ത്രിച്ച് ദുആ ചെയ്ത് ഉമ്മാനോടൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടാണ് ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഉസ്താദ് പോകുമോ എന്ന് എനിക്കറിയില്ല. നമുക്കാരും ഒരു ഉസ്താദിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തി ഇത്രയും പെട്ടെന്ന് ഉസ്താദിന്റെ ഒരു മരണം ഉണ്ടായി എന്ന് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് തുറന്നു നോക്കുമ്പോ പല ഗ്രൂപ്പുകളിലും ഉസ്താദ് വഫാത്തായി എന്ന വിവരം കിട്ടിയപ്പോ പലരാലും കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തുള്ള പലർക്ക് വിളിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞത്. ഏതായാലും മരണം നമ്മുടെ പിന്നാലെയുണ്ട്. ഈ സംസാരിക്കുന്ന എനിക്ക് എന്റെ സ്വന്തം നാട്ടിലേക്ക് പോലും എത്തുമെന്ന ഒരു പ്രതീക്ഷയില്ല. ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് പോലും ഒരു ധാരണ എനിക്കില്ല. വിശാലമായി ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കുറിച്ച് നമുക്ക് വിശാലമായി മറ്റൊരു സമയത്ത് സംവദിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട്. മാതൃകയാക്കേണ്ട ഒരു ജീവിതം. പരിശുദ്ധമായ ദർസിലായി ജീവിതം ചെലവിച്ച മഹാമനീഷി. ചെറിയ പ്രായമേ ഉള്ളൂ. 3 മക്കളാണ്. വിധവയായ ഭാര്യ, യതീമായ മക്കൾ. അല്ലാഹുവേ വലിയ ക്ഷമ നൽകണേ റഹ്മാനെ. ഉസ്താദ് നഷ്ടപ്പെട്ട ശിഷ്യഗണങ്ങൾ അല്ലാഹുവേ അവർക്കൊക്കെ വലിയ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ വ്യത്യസ്തങ്ങളായ ക്ലിപ്പുകൾ യൂട്യൂബിലും മറ്റുമൊക്കെ ഇങ്ങനെ ഓടി നടക്കാൻ. വഫാത്തായി ഖബറിൽ കിടക്കുമ്പോഴും ഉസ്താദിന് ആഖിറത്തിലെ സന്തോഷത്തോടെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ ധാരാളം ഇൽമുകൾ പറഞ്ഞു കൊടുത്തത്, ജനങ്ങൾ ഉൾക്കൊണ്ടത്, അത് മനസ്സിലാക്കിയത്, അതനുസരിച്ച് ജീവിച്ചത് ഉസ്താദിന്റെ ജീവിതം കണ്ട് ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെ എത്ര ആയിരങ്ങളാണ് നന്നായത്. കള്ളുകുടി മാറ്റിയത്, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നത്, പലിശ ഇടപാടുകളിൽ നിന്ന് മാറി നിന്നത്, ഹറാമുകളിൽ നിന്ന് മാറി നിന്നത്. സംഗീതം കേട്ടവൻ മനുഷ്യന് ആ സംഗീതം ഉസ്താദിന്റെ പ്രഭാഷണത്തില് വളരെ ഗൗരവമായത് പച്ച ഹറാമാണെന്ന് പറഞ്ഞ കാരണത്താൽ സംഗീതം മ്യൂസിക് കേൾക്കുന്ന നിർത്തിയത്. സിനിമയിലും സീരിയലിലും അതേ ആഭാസങ്ങളിൽ മുങ്ങിക്കുളിച്ചൊരു സമൂഹത്തെ, മയക്കുമരുന്നിന് അഡിക്റ്റായൊരു സമൂഹത്തെ, കള്ളിന്റെയും കഞ്ചാവിന്റെയും MDMA അഡിക്റ്റായ ആളുകൾ, തോന്നിയ
തോന്നിയതുപോലെ മുടിവെട്ടുന്ന, തോന്നിയതുപോലെ ജീവിച്ചിരുന്ന വലിയൊരു സമൂഹത്തിന്റെ വഴികാട്ടിയായി, മാതൃകാദർശിയായി നിലകൊണ്ടൊരു വ്യക്തിത്വം കുറഞ്ഞ കാലം കൊണ്ട് ഏകദേശം വേദികളിൽ ഉസ്താദ് പോവാതെ മഹല്ലുകളിൽ അപൂർവമാണ്. ഉസ്താദിന്റെ പേരില്ലാതെ ഉറൂസുകൾ കാണാൻ കഴിയൂല. എല്ലാ ഭാഗങ്ങളിലും ഉസ്താദിന്റെ പ്രഭാഷണം വേണം. ആ നിലക്കാണ് ഉസ്താദിനെ ആളുകളൊക്കെ വിളിച്ചിരുന്നതും ക്ഷണിച്ചിരുന്നതും, ആ ഉസ്താദിന്റെ വഅദ് കേൾക്കാൻ ആളുകളൊക്കെ കൊതിച്ചിരുന്നതും. ഈ അടുത്ത് പിലാങ്കട്ട മഖാം ഉറൂസിന്റെ സമാപന സംഗമത്തിൽ വന്യരായ സൈനുൽ ആബിദീൻ തങ്ങൾ ദുബിലെടുക്ക അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന്റെ 12:20 വണ്ടിക്ക് പോകണം. ഉസ്താദ് അന്നേ ദിവസം വിട്ലയിലെ കടമ്പു എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു പരിപാടി ഏറ്റെടുത്തു. ഉസ്താദിനെ ആ പിലാങ്കട്ടയിലേക്ക് ക്ഷണിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിട്ല കമ്പളഞ്ഞ് കടമ്പു എന്ന പ്രദേശത്തേക്ക് ഉസ്താദിനെ ക്ഷണിക്കാൻ ഈ വിനീതൻ പോയിരുന്നു. എന്നിട്ട് കൂടെ വാഹനത്തിൽ വരുന്ന സമയത്ത് പലതും സംസാരിച്ചു. കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ഇനിയൊരു അവസരം ഈ നാട്ടിലുണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും ആ ഒരു ക്ഷണിച്ച പരിപാടി ഒരൽപ്പം വൈകി, എന്നാലും ഒന്ന് പോയി നോക്കാം. അൽഹംദുലില്ലാഹ്, വൈകിയാണെങ്കിലും ഉസ്താദ് വേദിയിലേക്ക് എത്തി. തങ്ങൾ ഉസ്താദ് സാധാരണ 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നീണ്ട നസീഹത്തും ഖത്മുൽ ഖുർആൻ ദുആയൊക്കെ നടത്തുന്ന വന്യരായ സൈനുൽ ആബിദീൻ തങ്ങൾ ഉസ്താദ്, ഞാൻ തന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പിലാങ്കട്ട മഖാം ഉറൂസിന്റെ സമാപനത്തിൽ ഈ വിനീതൻ സംസാരിക്കുന്നു. അതിന് മുമ്പേ തങ്ങൾ ഉസ്താദ് എന്ന നീണ്ട നസീഹത്തും വളരെ ഭക്തി നിർഭരമായ ദുആക്കും ഈ വിനീതനും എന്ന സാക്ഷിയായിരുന്നു. ഓരോ വർഷവും ദീർഘമായ നല്ല പഠനോപകരമായ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ തങ്ങൾ ഉസ്താദ് സംസാരിക്കുന്നത്. അന്ന് വന്യരായ സൈനുൽ ആബിദീൻ തങ്ങൾ ഉസ്താദ് വന്യരായ മശൂദ് സഖാഫിയോട് പറയാണ്, സഖാഫി, നിങ്ങളെ പ്രഭാഷണം കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഈ വണ്ടി മിസ്സായാലും കുഴപ്പമില്ല, അടുത്ത വണ്ടിക്ക് നമുക്ക് പോകാം. നിങ്ങളെ നന്നായി വാഴ് പറയണമെന്ന് പറഞ്ഞു. കേവലം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20 മിനിറ്റിൽ ദുആ ഓതുക്കെ. എന്നിട്ടാണ് വന്യരായ മശൂദ് സഖാഫിയുടെ നീണ്ട 1 മണിക്കൂറിന്റെ പ്രഭാഷണം. അൽഹംദുലില്ലാഹ്, എന്ത് അർത്ഥവത്തായ വാക്കുകൾ, ചിന്തിപ്പിക്കുന്ന വാഗ്ദോരണികൾ, ആരെയും ആകർഷിപ്പിക്കുന്ന ശൈലി, ഖൽബിലേക്ക് സ്പർശിക്കുന്ന ഗൗരവതരമായ വാക്കുകൾ. ഉസ്താദിന്റെ പ്രഭാഷണം തുടങ്ങി തങ്ങൾ ഉസ്താദ് തിരക്കിട്ട ജീവിതത്തിനിടയിലും കുറഞ്ഞ സമയം അവിടെ ഇരുന്നിട്ടാണ് ആ വഅദ് കേട്ടിട്ടാണ് തങ്ങൾ ഉസ്താദ് ആ സദസ്സിൽ നിന്ന് പിരിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ, മഹാന്മാര് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് വലിയ സേവനം ചെയ്തവരാണ്. മറ്റുള്ളൊരു ഉസ്താദിനെ പോലെയല്ല ഹാഫിളാണ്. പരിശുദ്ധ ഖുർആൻ 30 ജുസ് മനപ്പാഠമാക്കാൻ അവസരം കിട്ടിയ പണ്ഡിതനാണ്. ജാടകളില്ലാത്ത ജീവിതമാണ്. ഇൽമിലായി തഖ്വയിൽ അധിഷ്ഠിതമായി ഇഖ്ലാസോടെ ജീവിച്ച വ്യക്തിത്വമാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ വലിയ ക്ഷമ നൽകണേ റഹ്മാനേ. ഉസ്താദിനെ ഞങ്ങളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഉസ്താദിന്റെ ജീവിതത്തിൽ റഹ്മാന് വലിയ സന്തോഷമുള്ള ദിനമാക്കണേ റബ്ബേ. ഹാഫിളീങ്ങളെ ശരീരം മണ്ണ് തൊടൂല എന്നൊക്കെ ഞങ്ങൾ കിതാബിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. റബ്ബേ, ആ നിലക്ക് ഒരു ആലിമിന് നീ കൊടുക്കുന്ന വലിയ പരിഗണന കേവലം പഠിച്ചത് വെറും മുതഅല്ലിമീങ്ങൾക്ക് മാത്രം പകർന്നു കൊടുത്തൊരു വ്യക്തിയല്ല. സമൂഹത്തിലെ ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വലിയ സന്ദേശം, ദീനിന്റെ നിയമങ്ങളും തത്വങ്ങളും ദീനിന്റെ എല്ലാ വിഷയങ്ങളും പകർന്നു കൊടുത്തിയ, കൈമാറിയ, വിളംബരം ചെയ്ത, പ്രസരണം ചെയ്ത, ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത വലിയൊരു ആലിമാണ്. ഒരു ആലിമിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകുന്നുവോ അത് മുഴുവനും മുന്നരായ മശൂദ് സഖാഫി ഉസ്താദിന് നീ നൽകണേ റബ്ബേ. ഉസ്താദിന്റെ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിനെയും ഞങ്ങളെയും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനേ.